കേൾക്കുമ്പോൾ തന്നെ തീർത്തും ഒരു അസാധാരണമായിട്ടുള്ള സംഭവമായിട്ട് തന്നെ തോന്നും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ മാസമാണ് ഈ സംഭവം പത്തനംതിട്ട മലയാലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 22 വയസ്സുകാരൻ കഞ്ചാവ് ബീഡി നൽകുകയും കഞ്ചാവ് ബീഡി നൽകി നിരന്തരം ഈ കഞ്ചാവ് ബീഡി നൽകി ഈ കുട്ടിയെ ഇത് വലിക്കാൻ പ്രേരിപ്പിക്കുന്നു, ഇത് വലിക്കുന്നു. അതിന് പിന്നാലെ മൊബൈലിൽ അശ്ലീല വീഡിയോകൾ കാണിക്കുന്നു. അങ്ങനെ ആ അശ്ലീല വീഡിയോ കണ്ടതിന് പിന്നാലെ ഈ കുട്ടിയെ 12 വയസ്സുകാരനായിട്ടുള്ള ആൺകുട്ടിയെ 22 വയസ്സുകാരൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഇങ്ങനെ ഈ കഞ്ചാവ് ബീഡി തുടർച്ചയായിട്ട് വലിച്ച് ഈ 12 വയസ്സുകാരന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായതോടെ ഈ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ കുട്ടി കഞ്ചാവ് വലിച്ച കാര്യം ഡോക്ടറോട് പറഞ്ഞത്. ഡോക്ടറാണ് വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തു. മലയാലപ്പുഴ SHO ഷാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അശ്വിൻ രാജ് എന്ന് പറയുന്ന നാരങ്ങാനം സ്വദേശിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം നടന്ന സംഭവത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം 22 വയസ്സുകാരനായിട്ടുള്ള പ്രതി നാരങ്ങാനം സ്വദേശി അശ്വിൻ രാജ് പിടിയിലായിട്ടുള്ളത്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ കഞ്ചാവ് ബീഡി നൽകുകയും അത് നിരന്തരം ആ കുട്ടിക്ക് നൽകി അത് വലിച്ച് ആ കുട്ടിയെ അശ്ലീല വീഡിയോകൾ കാണിക്കുകയും പിന്നീട് ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയുമാണ് അശ്വിൻ രാജ് ചെയ്തത്. ആ കേസിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തീർത്തും അസാധാരണമായ സംഭവമാണ്. എന്തായാലും ഇത്തരം ആളുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും പത്തനംതിട്ട SP പറയുകയും ചെയ്തിട്ടുണ്ട്.